ഓക്കെ, നമ്മൾ ഫ്രാക്ഷൻസിന്റെ കമ്പാരിസൺ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ രണ്ട് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെ രീതിയിൽ കമ്പയർ ചെയ്യാൻ? ഫസ്റ്റ് വൺ, fractions having the same numerator but different denominator. Same numerator different denominators ആണെങ്കിൽ which one will be the greater one? The fraction having smaller denominator is the greater of the two. Same numerator ആണെങ്കിൽ ചെറിയ denominator ഉള്ളതായിരിക്കും വലിയ fraction. Then സെയിം ഡിനോമിനേറ്ററും ഡിഫറെന്റ് ന്യൂമറേറ്ററും ആണെങ്കിൽ വലിയ ന്യൂമറേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. അത് കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഫോർ ബൈ ഫൈവും 6 ബൈ അല്ല 4 ബൈ 5ഉം 4 ബൈ 7ഉം എടുത്താൽ that means numerators are same and denominators are different. In this case, the fraction having smaller numerator will be the greater one. So here 4 by 5 is greater than 4 by 7. Fraction having smaller numerator will be the greater one. Same numerators ആണെങ്കിൽ, then different numerators same denominators ആണെങ്കിൽ, അതായത് 6 by 9, 4 by 9. 6 by 9 and 4 by 9. Here denominators are same and numerators are different. ഇത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും രണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് വലിയ ന്യൂമറേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ ഫ്രാക്ഷൻ. സോ 6 by 9 is greater than 4 by 9. ഈ ഒരു കേസിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ ഫസ്റ്റ് കേസിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സെയിം ന്യൂമറേറ്റേഴ്സ് ആണെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഇനി തേർഡ് വൺ ആണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഡിഫറെന്റ് ന്യൂമറേറ്റേഴ്സും ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വലുതും ചെറുതും കണ്ടുപിടിക്കാം? 2 by 3ഉം 4 by 5ഉം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് വണ്ണിന്റെ ന്യൂമറേറ്റർ 2 into സെക്കൻഡ് വണ്ണിന്റെ ഡിനോമിനേറ്റർ 2 into 5. Then second one in the numerator into first one in the denominator 4 by 4 into 3. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് നോക്കുക. 2 into 5 10, 4 into 3 12. Here 4 ഉള്ള ന്യൂമറേറ്റർ, 4 എന്ന് പറയുന്ന ന്യൂമറേറ്റർ വരുന്ന പ്രോഡക്റ്റ് അതാണ് വലുത്. 10 is less than 12. ഈ 12 വലുതായതുകൊണ്ട് 12ൽ ഏതാ ന്യൂമറേറ്റർ വരുന്നതെന്ന് നോക്കുക. 12 എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മൾ ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്തേ നോക്കുക. അതിൽ ന്യൂമറേറ്റർ വരുന്ന നമ്പർ 4 അല്ലേ ഇതിൽ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ആ ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷൻ അതായിരിക്കും വലുത്. ഓക്കെ, രണ്ടിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ അതില് വലിയ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ന്യൂമറേറ്റർ വരുന്നത്, ഇവിടെ 4 into 3 അല്ലേ ചെയ്യുന്നത്, ഇതിൽ 4 ന്യൂമറേറ്റർ 3 ഡിനോമിനേറ്റർ, ആ ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. അതായത് നമ്മൾ നോർമലി ജനറൽ ആയിട്ട് എഴുതുന്ന സമയത്ത് എ ബൈ ബി സി ബൈ ഡി എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷൻ എടുത്താൽ
AD greater than BC ആണെങ്കിൽ എന്തായിരിക്കും? A by B greater than C by D. ഇനി A by B less than C by D. എങ്ങനെയായിരിക്കും A by B less than C by D ആവുന്നത്? AD less than BC ആണെങ്കിൽ, if AD greater than BC, then A by B greater than C by D. Then AD less than BC ആണെങ്കിൽ A by B less than CD. ഇനി AD equal to BC ആണെങ്കിൽ A by B equal to CD, C by D. ഇതാണ് നമ്മുടെ രണ്ട് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാനുള്ള 3 മെത്തേഡ്. ഇത് മൂന്നും ക്ലിയർ ആണല്ലോ? Do you have any doubt? മിസ് സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്തു. എന്താ ചെയ്തതെന്ന് കണ്ടായിരുന്നില്ലേ ഫെയ്ത്ത്? മിസ് വൈഫൈ ഓഫ് ആയി പോയായിരുന്നു. ആണോ? അത് കമ്പാരിസൺ മനസ്സിലായില്ലേ മോനെ? രണ്ട് ഞാൻ ഫ്രാക്ഷൻ കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ആദ്യത്തെ ഈ ഒരു കേസ് സെയിം ന്യൂമറേറ്ററും ഡിഫറെന്റ് ഡിനോമിനേറ്ററും. രണ്ടാമത്തെ ഈ ഒരു കേസ് സെയിം ഡിനോമിനേറ്റർ ഡിഫറെന്റ് ന്യൂമറേറ്റർ. മൂന്നാമത്തെ ഡിഫറെന്റ് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ന്യൂമറേറ്റർ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. ദിസ് വൺ ഫ്രാക്ഷൻസിനെ നമ്മൾ A by B C by D എന്നുള്ള ഫോമിൽ എഴുതിയാൽ A by B greater than C by D എന്ന് പറയണമെങ്കിൽ AD greater than BC ആയിരിക്കണം. That means ഫസ്റ്റ് വണ്ണിന്റെ ന്യൂമറേറ്റർ സെക്കൻഡ് വണ്ണിന്റെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ്. സെക്കൻഡ് വണ്ണിന്റെ ന്യൂമറേറ്റർ ഫസ്റ്റ് വണ്ണിന്റെ ഡിനോമിനേറ്റർ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ AD greater than BC. AD means A into D. നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റു എന്നുള്ള സൈൻ ഇടയിൽ വെക്കില്ല. AD അല്ലെങ്കിൽ BX എന്നൊക്കെ പറഞ്ഞാല് B into X എന്നാ മീനിങ് വരുന്നത്. ഓക്കെ, ലെറ്റേഴ്സിന്റെ ഇടയിൽ നമ്മൾ നോർമലി ഇൻറ്റു ബാക്കി എല്ലാ സൈനും വെക്കും, പ്ലസ് വെക്കും, മൈനസ് വെക്കും, ഡിവൈഡഡ് ബൈ എന്നുള്ള സൈനും വെക്കും. ഇൻറ്റു എന്നുള്ള സൈൻ മാത്രം നമ്മൾ ലെറ്റേഴ്സിന്റെ ഇടയിൽ നോർമലി യൂസ് ചെയ്യാറില്ല. സോ AD greater than BC ആണെങ്കിൽ A by B greater than C by D. Then AD less than BC ആണെങ്കിൽ A by B less than C by D. ഇത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണേ. കാരണം വലിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഉപയോഗമുള്ള സാധനം ഇത്. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഈ ഒരു കമ്പാരിസണും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായത്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഇനി AD ഈക്വൽ ടു BC ആണെങ്കിൽ രണ്ട് ഫ്രാക്ഷനും ഈക്വൽ ആണെന്ന് പറയാം. രണ്ട് ഫ്രാക്ഷനും ഈക്വൽ ആവണമെങ്കിൽ ഈ ന്യൂമറേറ്റേഴ്സ് രണ്ടും സെയിം ആവണമെന്നും ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആവണമെന്നും ഇല്ല. രണ്ട് ന്യൂമറേറ്റേഴ്സും രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആവണം എന്നില്ല. രണ്ട് ഫ്രാക്ഷൻസ് സെയിം ആവണം എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടാ? നമ്മൾ വലിയ ഫ്രാക്ഷനെ സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? വലിയ ഫ്രാക്ഷനെ, വലിയ നമ്പേഴ്സ് ഉള്ള ഫ്രാക്ഷനെ സിമ്പിൾ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഫ്രാക്ഷന്റെയും ഈ സിമ്പിൾ ഫോമിന്റെയും വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്റേഴ്സ് സെയിം ആവണമെന്നും ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണമെന്നും ഇല്ല. AD ഈക്വൽ ടു BC എന്ന് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ കമ്പാരിസൺ മനസ്സിലായല്ലോ? രണ്ട് നമ്പേഴ്സിന്റെ രണ്ട് ഫ്രാക്ഷന്റെ കമ്പാരിസൺ. ഇനി പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് കിട്ടിയാല്
അതിനെ എങ്ങനെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം? അത് പറയുന്നതിന് മുമ്പേ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നോ? കമ്പാരിസന്റെ ഈ ലാസ്റ്റത്തെ മെത്തേഡ് അൺലൈക്ക് ഫ്രാക്ഷൻസിന്റെ കമ്പാരിസൺ ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Compare these fractions. First one, 5/8 and 5/8 and 9/11. ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ. 5/8 and 9/11 ഏതാ വലുതെന്നൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. എന്താണ് ഇതിനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബൈ എന്നുള്ളത് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ എഴുതുമ്പോ 5/8 തന്നെ എഴുതണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ എഴുതണേ, ചെരിച്ച് വരയിട്ട് ബൈ എന്ന് എഴുതരുതേ. ഓക്കെ, 5/8 9/11 ഇതിൽ ഏതാ വലുത് നോക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 5 into 11, 5 into 11, പിന്നെ 8 into 9, 8 into 9. What is 5 into 11? 55. 55. 55. Then 8 into 9? 72. 72. 5 into 11 is 55 and 8 into 9 is 72. Here 55 is less than 72. അല്ലെ, 55 less than 72 ആയതുകൊണ്ട് 55 കിട്ടാൻ നമ്മൾ ഏതൊക്കെ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്തേ? 5ഉം 11ഉം. ഇതില് 5 എന്ന് പറയുന്നതാണ് ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ. ആ ന്യൂമറേറ്റർ വരുന്നത് ഫസ്റ്റ് ഫ്രാക്ഷനിലാണ് അല്ലെ. 55 72നേക്കാളും ചെറുതാണ്. 55 കിട്ടാൻ വേണ്ടി നമ്മൾ 5 into 11 ആണ് ചെയ്തത്. 5 എന്ന് പറയുന്ന ന്യൂമറേറ്റർ വരുന്നത് ഫസ്റ്റ് ഫ്രാക്ഷനിലാണ്. സോ ഫസ്റ്റ് ഫ്രാക്ഷൻ ദാറ്റ് ഈസ് 5/8 ഈസ് ലെസ് ദാൻ 9/11. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1 2 3 4 ഈ ഒരു ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. എന്തിനാ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുന്നേ? 1 2 ആദ്യം ചെയ്യാം, പിന്നെ 3 4 ചെയ്യാം. 1 2 ആദ്യം ചെയ്യാം, 3 4 ചെയ്യാം. അങ്ങനെയാവുമ്പോ ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഏത് സിമ്പിൾ ആണോ വരുന്നത് അതേ സിമ്പിൾ തന്നെയായിരിക്കും ഫ്രാക്ഷന്റെ അടുത്തും വരുന്നത്. ഓക്കെ, അതിന് പകരം നിങ്ങൾ നേരെ തിരിച്ചിട്ട് 9 into 8 ആദ്യം ചെയ്തു, 5 into 11 പിന്നീട് ചെയ്താൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ തൊട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന് 1ഉം സെക്കൻഡ് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 2, 1 2 3 4 ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താല് കറക്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഫ്രാക്ഷന്റെ ഇടയിൽ ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഓർഡർ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോ. ആദ്യം ഇവിടുന്ന് ചെയ്ത് പിന്നെ ഇവിടുന്ന് ചെയ്ത് അയ്യോ അപ്പൊ അതേതാ വലുത് എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു മെത്തേഡ് നമ്മൾ ഇൻറ്റു ഇടുന്നില്ലേ, ഇങ്ങനെ
ആ മെത്തേഡിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഇടയിൽ വരുന്ന സിമ്പൽ തന്നെ ആയിരിക്കും ഫ്രാക്ഷന്റെ ഇടയിൽ വരുന്ന സിമ്പലും. ഓക്കെ, അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ കമ്പാരിസൺ. എന്നാ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. പേജ് നമ്പർ 30. പേജ് നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്യണം. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ. അതായത് ഫസ്റ്റ് വൺ നോക്കിയേ, 3/5/14. 3/5/14 എന്നുള്ള ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 19/4. തന്നിരിക്കുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അറിയാലോ എങ്ങനെ എഴുതാന്ന്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ടും ഇതിന്റെ ഡിനോമിനേറ്റർ അതേപോലെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതാം. തേർഡ് വൺ 7/9 ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 36. 7/9 എന്ന് പറയുന്ന ഫ്രാക്ഷനെ ഡിനോമിനേറ്റർ 36 ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? 9നെ 36 ആക്കാൻ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു നമ്പർ കൊണ്ട് സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 9നെ 36 ആക്കാൻ വേണ്ടി ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അതേ നമ്പറിനെ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് വൺ 9/5 ആസ് എ ഫ്രാക്ഷൻ വിത്ത് ന്യൂമറേറ്റർ 54. അതേപോലെ തന്നെ 9/5 എന്നുള്ള ഫ്രാക്ഷനെ ന്യൂമറേറ്റർ 54 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ന്യൂമറേറ്റർ 9നെ 54 ആക്കാൻ ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതേ നമ്പർ കൊണ്ട് 5നെ അതായത് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ സെക്കൻഡ് വൺ കമ്പയർ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. 4 സെറ്റ് തന്നിട്ടുണ്ട്, 4 പെയർ ഓഫ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇന്ന് തന്നെ വിത്ത് ദീസ് ആൻസേഴ്സ് നോട്ട് എനിക്ക് അയച്ചു തരാം. ഇതും കൂടി വേണം. ഷോൺ ഇത് മാത്രം ഹോംവർക്ക് മാത്രം എഴുതി അയച്ചു തന്നാൽ മതി. ബാക്കി എല്ലാവരും ഈ ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി എഴുതിയിട്ട് ഫുൾ നോട്ട് എനിക്ക് ഇന്ന് അയച്ചു തരണം. ഇന്ന് തന്നെ അയച്ചു തരണം കേട്ടോ. ദിയ ലേറ്റ് ആയാലും കുഴപ്പമില്ല, പപ്പ വന്നിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? കമ്പാരിസൺ കഴിഞ്ഞു. ഏത് ഫ്രാക്ഷനാ വലുതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് we have to study arranging fractions in ascending order and descending order. What is ascending and descending order? എന്താ ascending order, descending order? എന്താ? Ascending order means arranging numbers from smallest number to greatest number. Descending order means arranging numbers from greatest number to smallest number. അല്ലേ? അപ്പൊ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കറിയാം വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാക്ഷൻസിന്റെ കേസിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, വിച്ച് വൺ ഈസ് സ്മോളർ. അതിനെന്താ നമ്മൾ ചെയ്യണ്ടേ? രണ്ട് നമ്പേഴ്സ്, രണ്ട് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിച്ചു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ ഇടാൻ നമുക്കറിയാം.
3, 4, 5 ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? നെവർ, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ ഫ്രാക്ഷൻസ് നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഏതാ വലുത് ഏതാ ചെറുത് 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 എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാല്, we know the value will not change, value of a fraction will not change when we multiply numerator and denominator with same number. നമുക്ക് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ചേഞ്ച് ആവില്ല എന്നറിയാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നറിയോ? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഒക്കെ, ഇപ്പൊ 3 ഫ്രാക്ഷൻ ആവട്ടെ 4 ഫ്രാക്ഷൻ ആവട്ടെ, ആ ഫ്രാക്ഷൻസിന്റെ ഒക്കെ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കി എഴുതാം. ഡിനോമിനേറ്റേഴ്സിനെ എങ്ങനെ സെയിം ആക്കി എഴുതണം? എങ്ങനെ സെയിം ആക്കി എഴുതും? ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കാം. LCM is least common multiple. തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിച്ചതിന് ശേഷം ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റേഴ്സ് LCM ആയിട്ട് മാറ്റി എഴുതാം. സോറി, ഡിനോമിനേറ്റേഴ്സ് LCM ആയിട്ട് എഴുതാം. എന്നിട്ട് ഈ ഡിനോമിനേറ്റേഴ്സ്, ഒറിജിനൽ ഡിനോമിനേറ്റർ ഈ LCM ആവാൻ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സെയിം നമ്പർ കൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ എല്ലാ ഫ്രാക്ഷനെയും കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ we get fractions having same denominators. എല്ലാ ഫ്രാക്ഷൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് LCMലേക്ക് ഡിനോമിനേറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ സെയിം ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് കിട്ടും. സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സിന്റെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും മാത്രം നോക്കിയാൽ മതി. That is the method of writing fractions, arranging fractions in ascending and descending order. മനസ്സിലായോ? ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. ടൈം തീരാറായി. One by 2, 2 by 6, 3 by 4. ഈ 3 ഫ്രാക്ഷൻസിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിനെന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കാം. 2ന്റെയും 6ന്റെയും 4ന്റെയും LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1, 3, 2. അഗൈൻ നമുക്ക് ഇവിടെ 2 കിട്ടും. 2നെ അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1, 3, 1. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 2 into 1 into 3 into 1. 2 into 2, 4, 4 into 1, 4, 4 into 3, 12. So LCM of 2, 6 and 4 is 12. അപ്പോൾ ഈ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിച്ചു. ഇനി ഈ ഒറിജിനൽ ഡിനോമിനേറ്റേഴ്സിന് പകരം ഈ LCM ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. അപ്പൊ 1/2നെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് മാറ്റി 12 ആക്കി എഴുതി. അപ്പൊ ഈ 2 എന്നുള്ള ഡിനോമിനേറ്റർ 12 ആക്കണമെങ്കിൽ നമുക്ക് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 12ലേക്ക് മാറ്റണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 6. പിന്നെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ നമ്മൾ 12ലേക്ക് മാറ്റി. അപ്പൊ ഈ 6നെ 12ലേക്ക് മാറ്റാൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അതേപോലെ എന്ത് ചെയ്യാം? 2നെ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4. ഇനി മൂന്നാമത്തെ ഫ്രാക്ഷൻ. മൂന്നാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ നമ്മൾ 12ലേക്ക് മാറ്റി. അപ്പോ ഈ 4നെ നമ്മൾ 12ലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ മേലത്തെ ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9. അപ്പൊ ഇത് മൂന്നാമത്തെ ഫ്രാക്ഷൻ, ഇത് രണ്ടാമത്തെ ഫ്രാക്ഷൻ, ഇത് ഒന്നാമത്തെ ഫ്രാക്ഷൻ. നമ്മൾ സെയിം നമ്പർ കൊണ്ടാണ് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തത്. സോ ദ വാല്യൂ വിൽ നോട്ട് ചേഞ്ച്. ഇനി ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അസെൻഡിങ് ഓർഡർ മീൻസ് സ്മോളസ്റ്റ് 1 to greatest 1. 4/12 less than 6/12 less than 9/12. അപ്പൊ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്ത ഫ്രാക്ഷൻസ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഫ്രാക്ഷൻസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 4/12ന്റെ ഒറിജിനൽ ഫ്രാക്ഷൻ 2/6. 6/12ന്റെ ഒറിജിനൽ ഫ്രാക്ഷൻ 1/2. 1/2. ഇനി 9/12ന്റെ ഒറിജിനൽ ഫ്രാക്ഷൻ 3/4. So the ascending order for these three fractions are 2/6 less than 1/2 less than 3/4. മനസ്സിലായോ? ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ക്ലാസ് കട്ടാവാനായി കേട്ടോ. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാൻ ഇന്ന് നോട്ടും ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ആൻമരിയ, ഓക്കെ ബൈ.